ജയിലിലുള്ള ഈ ചെറിയ കരടി അവിടെ ചുമരിലുണ്ടായിരുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യാണ്. അടുത്ത നിമിഷം തന്നെ മുകളിലെ ഒരു ഡോർ ഓപ്പൺ ആയി ഒരുപാട് കഴുകാത്ത ഡ്രസ്സുകൾ ആ കരടിക്കുട്ടന്റെ മേലേക്ക് വീഴാണ്. അതുമാത്രമല്ല ഒരു റെഡ് കളർ സോക്സ് വരെ അവന്റെ വായ്ക്ക് അകത്തേക്ക് പോയിരുന്നു. അതെടുത്ത് എറിഞ്ഞെങ്കിലും അത് അവന്റെ തലേക്ക് തന്നെ വീഴാണ്. അതിനുശേഷം ആ കരടി വേഗം എല്ലാ ഡ്രസ്സുകളും വാഷിംഗ് മെഷീനിലിട്ട് അവസാനം അവന്റെ തൊപ്പിയും ഉള്ളിലേക്ക് ഇടാണ്. എന്നാൽ ആ റെഡ് കളർ സോക്സ് അതിലേക്കിട്ടത് അവൻ ശ്രദ്ധിച്ചില്ല. മെഷീൻ ഓണാക്കി വളരെ റിലാക്സ് ആയി സാൻഡ്വിച്ച് കഴിക്കാൻ പോയപ്പോഴാണ് അവൻ സോക്സിന്റെ ഓർമ്മ. ഉടനെ ഓടിപ്പോയി ഡോർ തുറക്കാൻ നോക്കിയെങ്കിലും അവന് സാധിച്ചില്ല. വേറെ ഒരു വഴിയുമില്ല. പാവം അത് തിരിഞ്ഞു പോകുന്നത് നോക്കി നിന്നു. അവസാനം നോക്കിയപ്പോഴത് ജയിലിലുള്ളവരുടെ ഡ്രസ്സൊക്കെ കളർ മാറിയിരിക്കുന്നു. അവരെല്ലാവരും ഒന്നായിരുന്നു ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ ആ ഫുഡ് അവർക്ക് ആർക്കും തന്നെ ഇഷ്ടമായില്ല. ആ കരടി വന്നിട്ട് പറയാണ്, ഞാൻ പോയി ഷെഫിനോട് സംസാരിക്കാമെന്ന്. എന്നാൽ അത് കേട്ട് മറ്റുള്ളവർ വേണ്ട, അയാൾ നല്ല ചൂടനാണെന്ന് പറഞ്ഞു. അതൊന്നും കാര്യമാക്കാതെ ആ കുഞ്ഞു കരടി അയാളോട് പോയി നിങ്ങളുടെ ഫുഡ് ടേസ്റ്റ് ഇല്ല, എന്തൊക്കെയാണ് അതിൽ ഇട്ടേക്കെന്ന് ചോദിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ ടേബിൾ ഉണ്ടായിരുന്ന സോസ് ബോട്ടിൽ അയാളുടെ മേലേക്കാക്കി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പേടിച്ച് കുനിഞ്ഞിരിക്കുകയാണ്. ഉടനെ ആ ഷെഫ് ദേഷ്യം പിടിച്ച് കരടിക്കുട്ടനെ ഷർട്ട് പിടിച്ച് അവനെ പൊക്കി. അന്നേരം ആ കരടി അവന്റെ തൊപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് സാൻഡ്വിച്ച് എടുത്ത് ആ ഷെഫിന്റെ വായിൽ വെച്ചു. അടുത്ത നിമിഷം തന്നെ ആ സാൻഡ്വിച്ചിന്റെ ടേസ്റ്റിൽ അയാൾ അത്ഭുതപ്പെട്ടു നിൽക്കാണ്. അതിനുശേഷം ആ ജയിലിലുള്ളവർക്ക് ആ കരടിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർക്കെല്ലാം വളരെ ഇഷ്ടമാവാണ്.